ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വൈക്കാരിയസ് ലയബിലിറ്റിയെക്കുറിച്ചും അതുപോലെ ലോ ഓഫ് ടോട്ട്സിന് കീഴിൽ വരുന്ന കുറച്ച് ഒഫൻസുകളെ കുറിച്ചുമാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. സാധാരണഗതിയിൽ നമുക്കറിയാം, ഒരാൾ ചെയ്ത ആക്റ്റുകൾക്ക് അയാളായിരിക്കും ലയബിൾ. എന്നാൽ ലോ ഓഫ് ടോട്ട്സിലെ മിക്കവാറും കേസുകളിൽ ഒരാൾ ചെയ്ത കുറ്റത്തിന് മറ്റൊരാൾ ലയബിൾ ആവാറുണ്ട്. ഇതിനെയാണ് വൈക്കാരിയസ് ലയബിലിറ്റി എന്ന് പറയുന്നത്. ഈ ലയബിലിറ്റിക്ക് ഉദാഹരണമാണ് ഏജൻറ്റ് കമ്മിറ്റ് ചെയ്ത ടോർട്ടിന് പ്രിൻസിപ്പൽ ലയബിൾ ആവുന്നത്. അതുപോലെ പാർട്ട്നേഴ്സിൽ ഒരാൾ കമ്മിറ്റ് ചെയ്ത ഒഫൻസിന് മറ്റുള്ളവർ കൂടി ലയബിൾ ആവുന്നത്. ഈ ഒരു ലയബിലിറ്റി എറേസ് ചെയ്യുന്നത് അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാരണമാണ്. പ്രിൻസിപ്പൽ ആൻഡ് ഏജൻറ്റ് റിലേഷൻഷിപ്പ് നോക്കാം. പ്രിൻസിപ്പൽ ഓതറൈസ് ചെയ്തിട്ടുള്ള വർക്ക് പെർഫോം ചെയ്യുന്നതിനിടയിൽ ഏജൻറ്റ് ടോർട്ട് കമ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് വൈക്കാരിയസ് ലയബിലിറ്റി എറേസ് ചെയ്യുന്നത്. നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. ബാങ്ക് എംപ്ലോയിയായ ഒരു വ്യക്തി തൻ്റെ ഓഫീസിലേക്ക് പോകുന്ന വഴി ഒരാൾ അയാളെ സമീപിച്ച് കുറച്ച് കാശ് നൽകി എന്നിട്ട് തൻ്റെ അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറയുന്നു. ഇവിടെ ബാങ്ക് എംപ്ലോയി ആ പണം മിസ്അപ്രോപ്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ബാങ്ക് ലയബിൾ ആവില്ല. കാരണം ബാങ്ക് ഓതറൈസ് ചെയ്തിട്ടുള്ള വർക്ക് ചെയ്യുന്നതിനിടയിലല്ല അയാൾ ടോർട്ട് കമ്മിറ്റ് ചെയ്തത്. ഇനി അദ്ദേഹം ബാങ്കിൽ വെച്ചാണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ ബാങ്ക് ലയബിൾ ആയിരിക്കും. ഇനി പാർട്ട്നേഴ്സിൻ്റെ കേസ് എടുത്തു നോക്കുകയാണെങ്കിൽ പ്രിൻസിപ്പൽ ആൻഡ് ഏജൻറ്റ് റിലേഷൻഷിപ്പാണ് അവർ തമ്മിലുള്ളത്. അതിനാൽ തന്നെ ബിസിനസ്സിൻ്റെ ഓർഡിനറി കോഴ്സിൽ അവരിൽ ഒരാൾ കമ്മിറ്റ് ചെയ്യുന്ന ടോർട്ടിന് പാർട്ട്നേഴ്സ് എല്ലാവരും ലയബിൾ ആവും. അപ്പോൾ പാർട്ട്നേഴ്സിൻ്റെ കേസിൽ എന്താണ്, അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ഏജൻറ്റ് റിലേഷൻഷിപ്പാണ്. അതിനാൽ തന്നെ ബിസിനസ്സിൻ്റെ ഓർഡിനറി കോഴ്സിൽ നടക്കുന്ന അഥവാ ഒരാൾ കമ്മിറ്റ് ചെയ്യുന്ന ഒഫൻസുകൾക്ക് മറ്റുള്ളവർ കൂടി ലയബിളായിരിക്കും. ഒഫൻസ് മീൻസ് ടോർട്ട്. അതുപോലെ പ്രിൻസിപ്പൽ ആൻഡ് ഏജൻറ്റ് റിലേഷൻഷിപ്പ് തന്നെയാണ് ഒരു കമ്പനിയും അതിൻ്റെ ഡയറക്ടേഴ്സും തമ്മിലുള്ളത്. അപ്പോൾ ചിലപ്പോൾ ചോദിക്കാം, ഒരു കമ്പനിയും അവരുടെ ഡയറക്ടേഴ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്? അപ്പോൾ അതെന്ത് റിലേഷൻഷിപ്പാണ്? പ്രിൻസിപ്പൽ ആൻഡ് ഏജൻറ്റ് റിലേഷൻഷിപ്പാണ്. അതുപോലെ തന്നെ ഒരു കമ്പനിയിലെ പാർട്ട്നേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്? അതും പ്രിൻസിപ്പൽ ആൻഡ് ഏജൻറ്റ് റിലേഷൻഷിപ്പാണ്. അപ്പോൾ പ്രിൻസിപ്പൽ എപ്പോഴാണ് ഏജൻറ്റിൻ്റെ ആക്ടിന് ലയബിൾ ആവുന്നത്? പ്രിൻസിപ്പൽ ഓതറൈസ് ചെയ്തിട്ടുള്ള ഒരു വർക്ക് ചെയ്യുന്നതിനിടയിൽ ഏജൻറ്റ് ഒരു ടോർട്ട് കമ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ആക്ടിന് പ്രിൻസിപ്പൽ ലയബിൾ ആവും. അടുത്തതായി നമുക്ക് മാസ്റ്റർ ആൻഡ് സെർവൻറ്റിൻ്റെ കേസ് നോക്കാം. സെർവൻറ്റ് ചെയ്യുന്ന ആക്ടിന് മാസ്റ്റർ ലയബിൾ ആവണമെങ്കിൽ രണ്ട് എസെൻഷ്യൽസ് ഉണ്ടായിരിക്കണം. ഒന്ന്, ടോർട്ട് അദ്ദേഹത്തിൻ്റെ സെർവൻറ്റ് തന്നെയായിരിക്കണം കമ്മിറ്റ് ചെയ്തിട്ടുള്ളത്. രണ്ട്, അതുപോലെ സെർവൻറ്റ് ടോർട്ട് കമ്മിറ്റ് ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ കോഴ്സ് ഓഫ് എംപ്ലോയ്മെൻറ്റിലായിരിക്കണം. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ടോർട്ട് അദ്ദേഹത്തിൻ്റെ സെർവൻറ്റ് തന്നെയായിരിക്കണം കമ്മിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മാസ്റ്റർ ലയബിൾ ആവണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ സെർവൻറ്റ് കമ്മിറ്റ് ചെയ്ത ഒഫൻസുകൾക്ക് മാത്രമായിരിക്കും അയാൾ ലയബിൾ ആവുക. മറ്റൊരാളുടെ സെർവൻറ്റ് ചെയ്ത ഒഫൻസുകൾക്ക് അയാൾ ലയബിൾ ആവില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമതായിട്ട് നമ്മൾ പറഞ്ഞു, അതുപോലെ സെർവൻറ്റ് ടോർട്ട് കമ്മിറ്റ് ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ കോഴ്സ് ഓഫ് എംപ്ലോയ്മെൻറ്റിലായിരിക്കണം. അപ്പോൾ കോഴ്സ് ഓഫ് എംപ്ലോയ്മെൻറ്റിലായിരിക്കണം ഈ ഒരു ആക്ട് ചെയ്തിട്ടുള്ളത്. ഉദാഹരണമായി പറയുകയാണെങ്കിൽ, ഞാൻ എന്ന മാസ്റ്റർ എൻ്റെ സെർവൻറ്റിനോട് ഒരു വർക്ക് ചെയ്യാൻ പറയുന്നു. ആ വർക്ക് ചെയ്യുന്നതിനിടയിൽ അദ്ദേഹം ചെയ്യുന്ന ടോർട്ടുകൾക്കാണ് ഞാൻ ലയബിൾ ആവുന്നത്. മറിച്ച് അതിന് പുറത്ത് നിന്നുള്ള കാര്യങ്ങൾക്ക് ഞാൻ ലയബിൾ ആവുന്നില്ല. അതുപോലെ ഒരു ഗവൺമെൻറ് എംപ്ലോയി അയാളുടെ കോഴ്സ് ഓഫ് എംപ്ലോയ്മെൻറ്റിൽ ചെയ്യുന്ന ടോർട്ടിന് സ്റ്റേറ്റ് ലയബിളാണ്. ഉദാഹരണമായി പറയുകയാണെങ്കിൽ KSRTC ഒരു വാഹനവുമായി കൂട്ടിയിടിക്കുന്നു. ഇവിടെ സ്റ്റേറ്റ് ലയബിളാണ്. കാരണം KSRTC ഡ്രൈവർ ഗവൺമെൻറ് എംപ്ലോയിയാണ്. അതുപോലെ അയാളുടെ കോഴ്സ് ഓഫ് എംപ്ലോയ്മെൻറ്റിലാണ് ആക്സിഡൻറ്റ് സംഭവിച്ചത്. അപ്പോൾ ഒരാൾ ചെയ്ത ഒഫൻസിന് മറ്റൊരാൾ ലയബിൾ ആവുന്നതിനെയാണ് വൈക്കാരിയസ് ലയബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അത് കൃത്യമായി ഓർത്തു വെക്കുക. ചോദ്യം വരാറുണ്ട്, എന്താണ് വൈക്കാരിയസ് ലയബിലിറ്റി? ഒരാൾ ചെയ്ത ഒഫൻസിന് മറ്റൊരാൾ ലയബിൾ ആവുന്നതിനെയാണ് വൈക്കാരിയസ് ലയബിലിറ്റി എന്ന് പറയുന്നത്.
ഇതിന് കീഴിൽ വരുന്ന റിലേഷൻഷിപ്പുകളൊക്കെ നമ്മൾ പഠിച്ചു. പ്രിൻസിപ്പൽ ആൻഡ് ഏജൻറ്റ് റിലേഷൻഷിപ്പ്, അതുപോലെ പാർട്ട്നേഴ്സ്, അതുപോലെ കമ്പനി ആൻഡ് ഇറ്റ്സ് ഡയറക്ടേഴ്സ്. അതിൽ ഓർക്കേണ്ട ഒരു കാര്യം, പാർട്ട്നേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്? പ്രിൻസിപ്പൽ ഏജൻറ്റ് റിലേഷൻഷിപ്പാണ്. അതുപോലെ തന്നെ കമ്പനിയും അവരുടെ ഡയറക്ടേഴ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പും പ്രിൻസിപ്പൽ ആൻഡ് ഏജൻറ്റ് റിലേഷൻഷിപ്പാണ്. അടുത്തതായി നമ്മൾ പറഞ്ഞു മാസ്റ്റർ ആൻഡ് സെർവൻറ്റ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അതുപോലെ സ്റ്റേറ്റും അവരുടെ എംപ്ലോയീസും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. അപ്പോൾ ഒരാൾ ചെയ്യുന്ന ഒഫൻസുകൾക്ക് അല്ലെങ്കിൽ ഒരാൾ ചെയ്യുന്ന ടോർട്ടിന് മറ്റൊരാൾ ലയബിൾ ആവുന്നതിനെയാണ് നമ്മൾ വൈകാരിയസ് ലയബിലിറ്റി എന്ന് പറയുന്നത്. അടുത്തതായി നമുക്ക് ടോർട്ടിന് കീഴിൽ വരുന്ന കുറച്ച് ഒഫൻസുകളെ കുറിച്ച് നോക്കാം. ആദ്യമായി ഡിഫമേഷൻ. ഡിഫമേഷൻ ഒരേ സമയം സിവിൽ റോങ്ങും ക്രിമിനൽ റോങ്ങുമാണ്. ഡിഫമേഷൻ്റെ എസെൻഷ്യൽ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് the word must be false and defamatory. Second one is the said words must refer to the plaintiff. Third one is the word must be published. അപ്പോൾ ആദ്യമായി നമ്മൾ പറഞ്ഞു the word must be defamatory and false. ഡിഫൻഡൻറ്റ് പബ്ലിഷ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസും ഡിഫമേറ്ററിയും ആയിരിക്കണം. ഡിഫമേറ്ററി സ്റ്റേറ്റ്മെൻറ്റ് എന്നാൽ ഒരാളുടെ റെപ്യൂട്ടേഷനെയോ ക്യാരക്ടറിനെയോ ഇഞ്ചർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഈ ഒരു ഭാഗത്ത് ഡിഫമേഷൻ ഒരാളുടെ എന്ത് റൈറ്റാണ് വയലേറ്റ് ചെയ്യുന്നത് എന്നുള്ള ചോദ്യം വരാറുണ്ട്. ഉത്തരം റെപ്യൂട്ടേഷൻ എന്നാണ്. വളരെ കൃത്യമായി ഓർക്കുക. ഡിഫമേഷൻ്റെ കേസിൽ ഡിഫൻഡൻ്റ് പ്ലെയിൻറ്റിഫിൻ്റെ റെപ്യൂട്ടേഷൻ എന്ന റൈറ്റാണ് വയലേറ്റ് ചെയ്യുന്നത്. അതുപോലെ ഡിഫമേഷൻ്റെ രണ്ടാമത്തെ എസെൻഷ്യൽ എലമെൻ്റ് എന്ന് നമ്മൾ പറഞ്ഞത് ദ വേർഡ് മസ്റ്റ് റെഫർ ടു ദ പ്ലെയിൻറ്റിഫ്. ഡിഫമേഷൻ്റെ കേസിൽ ഡിഫൻഡൻറ്റ് പബ്ലിഷ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് തന്നെ റെഫർ ചെയ്തുകൊണ്ടാണെന്ന് പ്രൂവ് ചെയ്യേണ്ടത് പ്ലെയിൻറ്റിഫാണ്. അപ്പോൾ നമ്മൾ CID മൂസ എന്ന ഫിലിം കണ്ടിട്ടുണ്ട്. അതിൽ ജഗതി പറയുന്നുണ്ട്, ഇത് എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്. അങ്ങനെ മാത്രം പറഞ്ഞത് കൊണ്ട് കാര്യമില്ല, അത് പ്രൂവ് ചെയ്യുകയും വേണം. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ദ വേർഡ്സ് മസ്റ്റ് ബി പബ്ലിഷ്ഡ് അഥവാ ഡിഫമേറ്ററി സ്റ്റേറ്റ്മെൻറ്റ് പബ്ലിഷ് ചെയ്തിരിക്കണം. അപ്പോൾ ജസ്റ്റ് പറഞ്ഞത് കൊണ്ടോ എഴുതി വെച്ചത് കൊണ്ടോ അതൊരു ഡിഫമേറ്ററി സ്റ്റേറ്റ്മെൻറ്റ് ആവുന്നില്ല, അത് പബ്ലിഷ് ചെയ്തിരിക്കണം. അപ്പോൾ പബ്ലിഷ് ചെയ്യുക എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് പ്ലെയിൻറ്റിഫും ഡിഫൻഡൻറ്റുമല്ലാതെ മറ്റൊരു വ്യക്തിയുടെ അറിവിലേക്ക് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എത്തിയിരിക്കണം. അപ്പോഴാണ് ഈ ഒരു ആക്ട് ഡിഫമേഷൻ ആവുന്നത്. അപ്പോൾ ഒരാളെക്കുറിച്ചുള്ള ഒരു ഡിഫമേറ്ററി സ്റ്റേറ്റ്മെൻറ്റ് എഴുതി തൻ്റെ ഒരു പുസ്തകത്തിന് അകത്ത് വെക്കുന്നു, അതൊരിക്കലും പബ്ലിഷ് ആവുന്നില്ല. അതിനാൽ തന്നെ അതൊരു ഡിഫമേഷൻ അല്ല. അതുപോലെ എ എന്ന വ്യക്തി ബി എന്ന വ്യക്തിയോട് അദ്ദേഹത്തെക്കുറിച്ച് തന്നെ ഒരു ഡിഫമേറ്ററി സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നു, അതും എന്തല്ല, ഡിഫമേഷൻ അല്ല. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ഡിഫമേറ്ററി സ്റ്റേറ്റ്മെൻറ്റ് പബ്ലിഷ് ആവണമെങ്കിൽ പ്ലെയിൻറ്റിഫും ഡിഫൻഡൻറ്റുമല്ലാതെ മൂന്നാമതൊരാൾ കൂടി അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ രണ്ട് കേസിലും എന്തല്ല, ഡിഫമേഷൻ അല്ല. അപ്പോൾ ഒരു ആക്ട് ഡിഫമേഷൻ ആവണമെങ്കിൽ ഡിഫൻഡൻറ്റ് പ്ലെയിൻറ്റിഫിനെ കുറിച്ച് ഫാൾസും ഡിഫമേറ്ററിയുമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കിയിരിക്കണം. ഡിഫൻഡൻറ്റ് ഉണ്ടാക്കിയ സ്റ്റേറ്റ്മെൻറ്റ് പ്ലെയിൻറ്റിഫിനെ റെഫർ ചെയ്തുകൊണ്ടായിരിക്കണം. ഡിഫൻഡൻറ്റ് ഉണ്ടാക്കിയ സ്റ്റേറ്റ്മെൻറ്റ് പബ്ലിഷ് ചെയ്തിരിക്കുകയും വേണം. അടുത്തതായി ഡിഫമേഷൻ എന്ന ഒഫൻസിൽ ഡിഫൻഡൻറ്റിന് ലഭ്യമായ ഡിഫൻസുകൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, ജസ്റ്റിഫിക്കേഷൻ ഓഫ് ട്രൂത്ത്. ഡിഫൻഡൻറ്റ് പബ്ലിഷ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് സത്യമാണെങ്കിൽ ഡിഫൻഡൻറ്റ് ഡിഫമേഷന് ലയബിൾ അല്ല. അതുപോലെ ഫെയർ കമൻറ്റ്. ഡിഫൻഡൻറ്റ് പബ്ലിഷ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് പ്ലെയിൻറ്റിഫിനെ കുറിച്ചൊരു ഫെയർ കമൻ്റ് ആണെങ്കിൽ ഡിഫൻഡൻറ്റ് ഡിഫമേഷന് ലയബിൾ അല്ല. ടോർട്ടിന് കീഴിൽ വരുന്ന അടുത്ത ഒരു ഒഫൻസാണ് നോയിസൻസ് അഥവാ ഒരാളെ ശല്യം ചെയ്യുക. നമുക്കറിയാം നോയിസൻസ് രണ്ട് വിധത്തിലുണ്ട്. ഒന്ന് പബ്ലിക് നോയിസൻസും രണ്ട് പ്രൈവറ്റ് നോയിസൻസും. പബ്ലിക് നോയിസൻസ് ഇന്ത്യൻ പീനൽ കോഡിൻ്റെ സെക്ഷൻ 268 പ്രകാരം ക്രൈമാണ്. എന്നാൽ പ്രൈവറ്റ് നോയിസൻസ് ഒരു ടോർട്ടാണ്. അപ്പോൾ നോയിസൻസ് രണ്ട് വിധത്തിലുണ്ട്, പ്രൈവറ്റ് നോയിസൻസും പബ്ലിക് നോയിസൻസും. അതിൽ പബ്ലിക് നോയിസൻസ് സെക്ഷൻ 268 ഇന്ത്യൻ പീനൽ കോഡിൻ്റെ സെക്ഷൻ 268 പ്രകാരം ഒരു ക്രൈമാണ്.
അടുത്തതായി നമുക്ക് നോക്കാനുള്ള ഒഫൻസ് എന്ന് പറയുന്നത് നെഗ്ലിജൻസ് ആണ്. നെഗ്ലിജൻസ് എന്നാൽ ഡ്യൂട്ടി ടു ടേക്ക് കെയർ എന്ന നിയമപരമായ കടമയുടെ ലംഘനമാണ്. അതിൻ്റെ ഫലമായിക്കൊണ്ട് പ്ലെയിൻറ്റിഫിന് ഡാമേജ് സംഭവിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഡിഫൻഡൻറ്റിന് ഇങ്ങനെ ഒരു ആക്ട് ചെയ്യണമെന്ന ഇൻറ്റൻഷൻ ഇല്ലായിരുന്നതാണ്. അപ്പോൾ ഇവിടെ ഡിഫൻഡൻറ്റിൻ്റെ ഇൻറ്റൻഷൻ ഇമ്മെറ്റീരിയലാണ്. അതുപോലെ തന്നെ ഡിഫൻഡൻറ്റിന് ഒരു ഡ്യൂട്ടി ടു ടേക്ക് കെയർ ഉണ്ടായിരുന്നു. ആ ഡ്യൂട്ടി അദ്ദേഹം ബ്രീച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഫലമായിക്കൊണ്ട് പ്ലെയിൻറ്റിഫിന് ഒരു ഡാമേജ് സംഭവിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ എസെൻഷ്യൽ എലമെൻറ്റ്സ് എന്തെല്ലാമാണ്? ഡിഫൻഡൻറ്റിന് പ്ലെയിൻറ്റിഫിനോട് ഡ്യൂട്ടി ടു ടേക്ക് കെയർ എന്ന ഡ്യൂട്ടി ഉണ്ടായിരുന്നു. ഡിഫൻഡൻറ്റ് ആ ഡ്യൂട്ടി ബ്രീച്ച് ചെയ്തിരിക്കണം. അതുപോലെ അതിൻ്റെ ഫലമായിക്കൊണ്ട് പ്ലെയിൻറ്റിഫിന് ഡാമേജ് ഉണ്ടാകുകയും ചെയ്തിരിക്കണം. അപ്പോൾ നമുക്ക് നെഗ്ലിജൻസിന് കീഴിൽ വരുന്ന ഒരു എക്സാമ്പിൾ നോക്കാം. പ്ലെയിൻറ്റിഫ് തൻ്റെ സുഹൃത്ത് കൊണ്ടുവന്ന ജിഞ്ചർ ബിയർ കുടിക്കുന്നു. കുടിച്ച് തീരാറായപ്പോഴാണ് ഒരു ഒച്ചിൻ്റെ ഡീകമ്പോസ് ചെയ്ത ബോഡി ബിയറിലുള്ളതായി പ്ലെയിൻറ്റിഫിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ബോട്ടിൽ ഡാർക്ക് കളറും അകത്തുള്ളത് കാണാൻ സാധിക്കാത്തതുമായതിനാൽ തന്നെ ഇത് ആദ്യം തന്നെ പ്ലെയിൻറ്റിഫിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. ഈ ഒച്ചിൻ്റെ ഡീകമ്പോസ് ചെയ്ത ബോഡി കണ്ടതിനെ തുടർന്നുണ്ടായ ഷോക്കിൽ പല ഹെൽത്ത് പ്രോബ്ലംസും പ്ലെയിൻറ്റിഫിന് ഉണ്ടായി. കോടതിയിൽ കേസെത്തി. കുപ്പിയിൽ ഒച്ച് കടക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതും അത് ഇൻസ്പെക്ട് ചെയ്യേണ്ടതും ഡിഫൻഡൻറ്റിൻ്റെ ഡ്യൂട്ടിയാണെന്നും അത് ഡിഫൻഡൻറ്റ് ബ്രീച്ച് ചെയ്യുകയും അതിൻ്റെ ഫലമായി തനിക്ക് ഡാമേജ് സംഭവിച്ചുവെന്നും പ്ലെയിൻറ്റിഫ് വാദിച്ചു. ഡിഫൻഡൻറ്റ് ഇങ്ങനെ ഒരു ഡ്യൂട്ടി തനിക്കില്ല എന്ന് വാദിച്ചെങ്കിലും കോടതി പ്ലെയിൻറ്റിഫിൻ്റെ വാദം ശരിവെക്കുകയും ഡിഫൻഡൻറ്റ് നെഗ്ലിജൻസ് എന്ന ടോർട്ടിന് ലയബിളാണെന്ന് വിധിക്കുകയും ചെയ്തു. ഈ ഒരു ഭാഗത്ത് ഓർത്തു വയ്ക്കേണ്ട ഒരു ലീഗൽ മാക്സിമാണ് റെസ് ഇപ്സ ലൊക്യൂറ്റർ. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ദ തിങ് സ്പീക്സ് ഇറ്റ് സെൽഫ്. അപ്പോൾ നമ്മളിവിടെ 2 ലീഗൽ മാക്സിംസ് ആണ് പഠിച്ചത്, വൈക്കാരിയസ് ലയബിലിറ്റിയും റെസ് ഇപ്സ ലൊക്യൂറ്ററും. അപ്പോൾ രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടിൻ്റെയും മീനിങ് വളരെ കൃത്യമായി ഓർത്തു വെക്കുക. അടുത്തതായി നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ഒന്ന് പെട്ടെന്ന് റിവൈസ് ചെയ്യാം. ആദ്യമായി നമ്മൾ ഡിസ്കസ് ചെയ്തത് വൈക്കാരിയസ് ലയബിലിറ്റിയെ കുറിച്ചായിരുന്നു. നമുക്കറിയാം, സാധാരണഗതിയിൽ ഒരാൾ ചെയ്യുന്ന ഒഫൻസിന് അയാൾ മാത്രമാണ് ലയബിൾ. എന്നാൽ ടോർട്ടിലെ മിക്ക കേസുകളിലും ഒരാൾ ചെയ്യുന്ന ഒഫൻസുകൾക്ക് മറ്റൊരാൾ കൂടി ലയബിൾ ആവാറുണ്ട്. ആ ഒരു പ്രിൻസിപ്പിളിനെയാണ് വൈക്കാരിയസ് ലയബിലിറ്റി എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരാൾ ചെയ്യുന്ന ഒഫൻസിന് മറ്റൊരാൾ ലയബിൾ ആവണമെങ്കിൽ അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ആൻഡ് ഏജൻറ്റ് റിലേഷൻഷിപ്പോ, മാസ്റ്റർ ആൻഡ് സെർവൻറ്റ് റിലേഷൻഷിപ്പോ, സ്റ്റേറ്റ് ആൻഡ് എംപ്ലോയി റിലേഷൻഷിപ്പോ ആയിരിക്കണം. ഇനി ഇതിൽ പ്രിൻസിപ്പൽ ആൻഡ് ഏജൻറ്റ് റിലേഷൻഷിപ്പിന് കീഴിൽ വരുന്നതാണ് ഒരു കമ്പനിയുടെ പാർട്ട്നേഴ്സ്, അതുപോലെ തന്നെ ഒരു കമ്പനിയും അവരുടെ ഡയറക്ടേഴ്സും. ഓക്കെ, അതിനുശേഷം നമ്മൾ ഡിസ്കസ് ചെയ്തത് ലോ ഓഫ് ടോർട്ട്സിന് കീഴിൽ വരുന്ന ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒഫൻസുകളെ കുറിച്ചാണ്. ആദ്യമായി നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡിഫോമേഷനെ കുറിച്ചാണ്. ഡിഫോമേഷൻ ഒരേ സമയം സിവിൽ റോങ്ങും ക്രിമിനൽ റോങ്ങുമാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് ഓർത്തു വെക്കുക. ഡിഫോമേഷൻ ഒരേ സമയം ക്രിമിനൽ റോങ്ങും സിവിൽ റോങ്ങുമാണ്. ഒരു ആക്ട് ഡിഫോമേഷൻ ആവണമെങ്കിൽ ഡിഫൻഡൻറ്റ് പ്ലെയിൻറ്റിഫിനെ കുറിച്ച് ഫാൾസും ഡിഫോമേറ്ററിയുമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കിയിരിക്കണം. ഡിഫൻഡൻറ്റ് ഉണ്ടാക്കിയ സ്റ്റേറ്റ്മെൻറ്റ് പ്ലെയിൻറ്റിഫിനെ റെഫർ ചെയ്തുകൊണ്ടായിരിക്കണം. അതുപോലെ ഡിഫൻഡൻറ്റ് ഉണ്ടാക്കിയ സ്റ്റേറ്റ്മെൻറ്റ് പബ്ലിഷ് ചെയ്തിരിക്കുകയും വേണം. അപ്പോൾ അവിടെ പബ്ലിഷ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ വളരെ കൃത്യമായിക്കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. എന്താണ് പബ്ലിഷ് ചെയ്യുക എന്നതിലൂടെ ഡിഫൻഡൻറ്റും പ്ലെയിൻറ്റിഫും മാത്രമല്ല, അതിലൂടെ മൂന്നാമതൊരു വ്യക്തി കൂടി ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമുള്ളൂ അതൊരു പബ്ലിഷ്ഡ് ആയിട്ടുള്ള ഡിഫമേറ്ററി സ്റ്റേറ്റ്മെൻറ്റ് ആവുക. എന്നാൽ മാത്രമാണ് നമുക്ക് ഡിഫോമേഷൻ കൊണ്ടുവരാൻ സാധിക്കുക. അതുപോലെ ഡിഫൻഡൻറ്റിന് ലഭ്യമായിട്ടുള്ള ഡിഫൻസുകളെ കുറിച്ച് കൂടി നമ്മൾ പറഞ്ഞു. ഒന്ന്, ജസ്റ്റിഫിക്കേഷൻ ഓഫ് ട്രൂത്ത്, അഥവാ ഡിഫൻഡൻറ്റ് പബ്ലിഷ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് സത്യമാണെങ്കിൽ ഡിഫൻഡൻറ്റ് ഡിഫമേഷന് ലയബിൾ അല്ല. അതുപോലെ രണ്ടാമതായിക്കൊണ്ട് നമ്മൾ പറഞ്ഞ ഡിഫൻസ് എന്ന് പറയുന്നത് ഫെയർ കമൻറ്റ്, അഥവാ ഡിഫൻഡൻറ്റ് പബ്ലിഷ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്
ഫെയർ കമൻ്റ് ആണെങ്കിലും ഡിഫൻഡൻ്റ് എന്തല്ല, ഡിഫമേഷന് ലയബിൾ അല്ല. ഇനി ടോർട്ടിന് കീഴിൽ വരുന്ന അടുത്തൊരു ഒഫൻസ് എന്നുള്ള രീതിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ന്യൂയിസൻസ് അഥവാ മറ്റൊരാളെ ശല്യം ചെയ്യുക. നമ്മൾ പറഞ്ഞു ന്യൂയിസൻസ് 2 വിധത്തിലുണ്ട്. ഏതെല്ലാമാണ്? പബ്ലിക് ന്യൂയിസൻസും പ്രൈവറ്റ് ന്യൂയിസൻസും. അതിൽ പബ്ലിക് ന്യൂയിസൻസ് ഇന്ത്യൻ പീനൽ കോഡിൻ്റെ സെക്ഷൻ 268 പ്രകാരം ഒരു ക്രൈമാണ്. സെക്ഷൻ ഓർത്ത് വെക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ പ്രൈവറ്റ് ഡിഫൻസ് ഒരു ടോർട്ടുമാണ്. ഇനി അടുത്തതായി നമ്മൾ നെഗ്ലിജൻസ് ആണ് പറഞ്ഞത്. അതുപ്രകാരം ഡിഫൻഡൻറ്റിന് പ്ലെയിൻറ്റിഫിനോട് ഒരു ഡ്യൂട്ടി ടു ടേക്ക് കെയർ ഉണ്ടായിരിക്കണം. ഡിഫൻഡൻറ്റ് ആ ഡ്യൂട്ടി ബ്രീച്ച് ചെയ്യുകയും ചെയ്തിരിക്കണം. അതിൻ്റെ ഫലമായിക്കൊണ്ട് പ്ലെയിൻറ്റിഫിന് ഡാമേജ് ഉണ്ടായിരിക്കണം. അപ്പോൾ മാത്രമാണ് ഒരു ആക്ട് നെഗ്ലിജൻസ് ആവുന്നത്. ഓക്കെ, ഈ ഒരു ക്ലാസ് എല്ലാവർക്കും ഉപയോഗപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.